സഫല ഏകാദശിയെക്കുറിച്ച് ഭഗവാൻ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു. അറിയാതെ ആണെങ്കിലും സഫല ഏകാദശി ദിവസം ഉപവസിച്ച് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി പ്രസിദ്ധനായി മാറുമെന്നും മരണശേഷം പൂർണ്ണമായും മോക്ഷം നേടി ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തിൽ കടക്കുവാൻ മഹാഭാഗ്യം സിദ്ധിക്കുമെന്നും പറഞ്ഞു. ഈ കാര്യത്തിൽ ഒട്ടും ആശങ്ക വേണ്ട എന്നും പറഞ്ഞു. സംശയവും വേണ്ട. അതിനാൽ സകല മനുഷ്യരും തങ്ങളാൽ കഴിയും വിധം ഏകാദശി ദിവസം ഉപവാസം ആചരിക്കണമെന്നും ഭഗവാൻ യുധിഷ്ഠിരനോട് അരുൾ ചെയ്തു. കൂടാതെ കേവലം സഫല ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നത് മാത്രം കേട്ടു മനസ്സിലാക്കിയാൽ പോലും ആ വ്യക്തിക്ക് ഒരു രാജസൂയയജ്ഞം നടത്തിയതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്നും അടുത്ത ജന്മം കുറഞ്ഞ പക്ഷം സ്വർഗലോകത്തിൽ പുനർജനിക്കാനും സാധിക്കുമെന്നും ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദയവായി അത് കാണാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ സഫല ഏകാദശിയെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ഏകാദശിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണാൻ നോക്കണം. ഹരിവാസര സമയം, പാരണ സമയം, പിന്നെ ഉപവാസം എടുക്കുന്നതിന് മുമ്പ് സങ്കല്പം എങ്ങനെ എടുക്കണമെന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. സഫല ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിവസം, അതായത് 2024 ജനുവരി 7-നാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജനുവരി 7-ാം തീയതി രാവിലെ വെളുപ്പിന് 12:41 ഏകാദശി തിഥി ആരംഭിക്കുകയും ഏകാദശി തിഥി അവസാനിക്കുന്നത് 8-ാം തീയതി വെളുപ്പിന് 12:46 ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നു. സഫല ഏകാദശിക്ക് ഹിന്ദുക്കൾക്ക് ഇടയിൽ മതപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. ഈ ദിവസം ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം പൂർണ്ണമായും ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കുക. ഈ പുണ്യദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത മുൻകാല ദുഷ്കർമ്മ ഫലങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യും. സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവും. അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് സഫല ഏകാദശി എന്ന് പേര് വന്നത്. സഫല ഏകാദശി വ്രതം വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. സഫല ഏകാദശി വ്രതം വിധിപ്രകാരം നോക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യം ഒരു ഭക്തൻ 5000 വർഷം ആരാധനയിൽ കൂടി നേടുന്ന പുണ്യത്തിന് തുല്യമാണെന്നും അതിന് സമമായ പുണ്യം യാതൊരു യജ്ഞം നടത്തിയതിൽ നിന്നും ഒരാൾക്ക് ലഭിക്കുകയില്ല എന്നും പറയുന്നു. അന്നേ ദിവസം കഴിയുന്നിടത്തോളം ഭഗവാനെ നാമം ജപിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം എടുക്കുവാൻ കഴിയാത്തവർക്ക് പഴങ്ങൾ കഴിച്ച് വെള്ളം കുടിച്ചോ നിങ്ങൾക്ക് ഈ വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി വ്രതം എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളികൾ കഴിഞ്ഞ് പൂജാമുറി ക്ലീൻ ചെയ്തതിന് ശേഷം ഭഗവാനെ പൂജ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ധൂപം, വിളക്ക്, പഴങ്ങൾ, പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക. ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഉപവാസം നടക്കുന്നതെന്ന് ഒരു സങ്കല്പം വയ്ക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്ക് വേറെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ നിങ്ങൾ ചെയ്ത് ഉപവാസം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതിൻ്റെ ഫലം. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന അങ്ങനെ ഒരു സങ്കല്പം ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ എടുക്കുക. ശേഷം നിങ്ങൾ ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു നെയ്വിളക്കൽ ഒരു ആരതി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന നാമജപങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം, ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് അറിയാവുന്ന നാമജപങ്ങളെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ മന്ത്രം നിങ്ങൾക്ക് 108 തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഓക്കെ. അതുകൂടാതെ തന്നെ നിങ്ങൾ ഫുൾ ദിവസം നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അത് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. പാരണ സമയം പറയാം. പാരണ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉപവാസം മുറിക്കുന്ന സമയം. പാരണ സമയം വരുന്നത് ജനുവരി 8-ാം തീയതി രാവിലെ 6:34 മുതൽ 8:35 വരെയാണ്. ഓക്കെ. ആ സമയത്ത് നിങ്ങൾക്ക് തുളസി തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് ഉപവാസം നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മുടെ അടുത്ത ഭൂമിയിലിരിക്കുന്ന സമയമാണ്. നമ്മുടെ അടുത്ത ഹരിവാസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ഭഗവാനുള്ള സമയം. ആ സമയം എന്ന് പറയുന്നത് ജനുവരി 7-ാം തീയതി വെളുപ്പിന് 1:16 മുതൽ ജനുവരി 8-ാം തീയതി
1:16 വരെയാണ് വെളുപ്പിനെ. ഓക്കെ, 7-ാം തീയതി 1:16 PM മുതൽ ഉച്ചയ്ക്ക് മുതൽ വെളുപ്പിനെ 8-ാം തീയതി വെളുപ്പിനെ 1:16 വരെയാണ് ഹരിവാസര സമയം പറഞ്ഞിരിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് നാമജപങ്ങൾ നിങ്ങൾക്ക് എത്രയും അറിയാവുന്ന എത്രയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകാദശിയുടെ കഥ ഞാൻ ഇടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പം വീഡിയോ ഇത്രമേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ. കമൻ്റ് ഇടാൻ മറക്കണ്ട.